ഹായ് വ്യൂവേഴ്സ്, ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടീസ് ചിക്കു ആൻഡ് ചക്കി എന്നാണ് ചാനലിൻ്റെ പേര്. ഞാനിന്ന് ചെയ്യുന്നത് വറുത്തരച്ച കൂരിക്കറിയാണ്. ആവശ്യമായ സാധനങ്ങൾ: കൂരി ഫിഷ് നന്നാക്കി, പച്ചമുളക്, വേപ്പില, ഉലുവ, നാളികേരം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, കുടംപുളി, വെള്ളം. നാളികേരം വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനകത്തേക്ക് ചട്ടിയിലേക്ക് നല്ലോണം തേങ്ങയിടുക. നാളികേരം ഇട്ടതിന് ശേഷം നമ്മൾ ഉള്ളി, മുളക്, വേപ്പില, ഉലുവ, നാളികേരം നന്നായിട്ട് വഴറ്റിയെടുക്കുക. വറുത്തെടുക്കുമ്പോഴേക്കും നന്നായി ബ്രൗണിഷ് കളർ വരെ ആയി കാണുമ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആയി കഴിയുമ്പോഴേക്കും നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് നോക്കും. മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ ബാക്കിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഒരു 2.5 സ്പൂൺ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി കഴിഞ്ഞ് നന്നായിട്ടൊരു ചുവന്ന് ഇതുപോലെ പരുവത്തിൽ വരുമ്പോൾ വറുത്ത് കോരി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. വറുത്തെടുത്ത നാളികേരം അരച്ചെടുക്കുക. അത് ഞാൻ അമ്മിക്കല്ലിലാണ് അരച്ചെടുക്കുന്നത്. എണ്ണ അരയണ പോലെ നന്നായിട്ട് അരച്ച് എടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അരയണ പോലെ നോക്കുക. അരച്ചത് നമ്മളൊരു ഡിഷിനകത്തേക്ക് മാറ്റി വയ്ക്കുക. ചട്ടി വെക്കുക. കറിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചൊരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഉള്ളി മൂപ്പിക്കുക. ഉള്ളി നന്നായിട്ട് മൂപ്പിക്കുമ്പോൾ പച്ചമുളക്, ഇഞ്ചി കൂടി ആഡ് ചെയ്യുക. ഇത് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമ്മളേക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ചട്ടിയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം നന്നായി ഒഴിച്ച് കൊടുത്തതിന് ശേഷം പുളി ഇടുക. കുടംപുളി ഇട്ടതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇടുക. ഉപ്പൊക്കെ നന്നായി തൂക്കിക്കൊടുത്ത് നമ്മളത് തിളയ്ക്കുന്നത് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും മീനിൻ്റെ തല ഇട്ടിട്ടുണ്ട്. ഇത് കൂരിമുട്ടയാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം തിളയ്ക്കാൻ വേണ്ടി നന്നായി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്ന വരുവാകുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റും മീൻ വെന്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് കറിവേപ്പില മുകളിലിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വറുത്തരച്ച കൂരിക്കറി റെഡിയായി. ഞാനത് ചട്ടിയിനകത്തേക്ക് മാറ്റി വെച്ചിരിക്കുക. ഒന്ന് തണുത്തതിന് ശേഷം വേറൊരു ഡിഷിനകത്തേക്ക് ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്നുണ്ടാക്കിയ വറുത്തരച്ച കൂരിക്കറി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ.